നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. ഇന്ന് 2026 ഫെബ്രുവരി മാസം 10-ാം തീയതി ചൊവ്വാഴ്ച. ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ, അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. സോ എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക. നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്കും മറക്കാതെ ഷെയർ ചെയ്ത് എത്തിക്കുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ്. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അതുപോലെ തന്നെ കമൻറ്റിൽ നൽകിയിട്ടുണ്ട്. സോ എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, 2026 ഫെബ്രുവരി മുതൽ UPI ഇടപാടുകളിൽ ചില മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എല്ലാ ദിവസവും UPI ഉപയോഗിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റാണിത്. UPI ആപ്പുകളായിട്ടുള്ള ഗൂഗിൾ പേ, ഫോൺപേ, പേടിഎം എന്നിവ ഉൾപ്പെടെ എല്ലാ UPI ആപ്പുകളിലും ഈ മാറ്റങ്ങൾ ബാധകമാകും. ഇടപാടുകൾ വേഗത്തിലും സുരക്ഷിതമായിട്ടും കൂടുതൽ വിശ്വസനീയമായിട്ടും നടത്തുക എന്നതാണ് ഈ പുതിയ മാറ്റങ്ങളിലൂടെ പ്രധാന ലക്ഷ്യം. എന്തൊക്കെയാണ് ആ പുതിയ മാറ്റങ്ങളെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. പുതിയ നിയമങ്ങൾ അനുസരിച്ച് UPI ഇടപാടുകൾ ഇപ്പോൾ പരമാവധി 10 സെക്കൻഡിനുള്ളിൽ പൂർത്തിയാക്കണം. നേരത്തെ ഈ സമയപരിധി 30 സെക്കൻഡ് ആയിരുന്നു. എന്നാൽ ഇത് ഇടപാടുകളുടെ കാലതാമസത്തിന് കാരണമാകുന്നതായിട്ട് ആക്ഷേപം ഉയർന്നിരുന്നു. UPI ആപ്പും ബാങ്കും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്ന API പ്രവർത്തനങ്ങളും ത്വരിതപ്പെടുത്തിയിട്ടുണ്ട്. ഇതുമൂലം ഉയർന്ന ട്രാഫിക് ഉള്ള സമയങ്ങളിൽ പോലും പണ കൈമാറ്റം സുഗമമായിട്ട് നടത്താൻ കഴിയും. രാജ്യത്ത് ഡിജിറ്റൽ ഇടപാടുകൾ വർദ്ധിച്ചു വരുന്നതിനാൽ തന്നെ UPI സിസ്റ്റത്തിന് മേലുള്ള ഭാരവും വർദ്ധിച്ചു. ഇത് പരിഹരിക്കുന്നതിനാണ് ഈ പുതിയ നിയമങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത്. കൂടുതൽ ഉപയോക്താക്കളൊക്കെ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ഇടപാട് പരാജയങ്ങൾ കുറയ്ക്കുമെന്ന് ഇത് പ്രതീക്ഷിക്കുന്നു. ഇത് ഉപയോക്താക്കൾക്കും വ്യാപാരികൾക്കും ഒരേ സമയം പ്രയോജനം ചെയ്യുമെന്നാണ് വിലയിരുത്തൽ. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ആശ്വാസം. DR ആദ്യ ഗഡു നൽകാനായിട്ട് ഇപ്പോൾ ഉത്തരവായിരിക്കുകയാണ്. 3% കുടിശ്ശികയാണ് ഈ മാസത്തെ ശമ്പളത്തോടൊപ്പം നൽകുക. പെൻഷൻകാർക്കുള്ള ക്ഷാമബത്ത കുടിശ്ശികയും നൽകുന്നതാണ്. ഇതോടെ DA 22% നിന്നും 25% വർദ്ധിച്ചു. വർദ്ധിപ്പിച്ച DAയുടെ ആദ്യ ഗഡു ഫെബ്രുവരിയിലെ ശമ്പളത്തോടൊപ്പം നൽകും. അവശേഷിക്കുന്നത് മാർച്ചിലും നൽകുമെന്ന് ഉത്തരവിൽ പറയുന്നു. അവശേഷിക്കുന്ന DR കുടിശ്ശിക പൂർണ്ണമായിട്ട് തീർക്കുമെന്ന് ബജറ്റ് അവതരണത്തിൽ ധനമന്ത്രി KN ബാലഗോപാൽ പറഞ്ഞിരുന്നു. 12-ാം ശമ്പള പരിഷ്കരണ കമ്മീഷനും ധനമന്ത്രി പ്രഖ്യാപിച്ചിരുന്നു. 3 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് സർക്കാർ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, യുവജനങ്ങൾക്കായിട്ടുള്ള കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പ് പദ്ധതിയുടെ 2ാം ഗഡു വിതരണം ഈ മാസം നടക്കുകയാണ്. ആദ്യഘട്ടത്തിൽ സെലക്ഷൻ ലഭിച്ച ഗുണഭോക്താക്കൾക്ക് 2ാം ഗഡുവായ 1000 രൂപ ഈ മാസം അക്കൗണ്ടിലെത്തും. നിലവിൽ അപേക്ഷ സമർപ്പിച്ചവർ തങ്ങളുടെ അപേക്ഷയുടെ സ്റ്റാറ്റസ് കൃത്യമായിട്ട് പ്രത്യേകം പരിശോധിക്കേണ്ടതാണ്. ഇതിനായിട്ട് ഗൂഗിൾ ക്രോമിൽ കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പ് സ്റ്റാറ്റസ് എന്ന് സെർച്ച് ചെയ്ത് ആദ്യ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ആപ്ലിക്കേഷൻ IDയും അപേക്ഷയിൽ നൽകിയ മൊബൈൽ നമ്പറും ഉപയോഗിച്ചുകൊണ്ട് ലോഗിൻ ചെയ്താൽ അപേക്ഷയുടെ നിലവിലെ അവസ്ഥയും ഇതുമായി ബന്ധപ്പെട്ട അറിയിപ്പുകളും കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നിലവിൽ ജോലിയുള്ളവരോ മറ്റ് സ്കോളർഷിപ്പ് ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നവരോ ഈ പദ്ധതിക്ക് അപേക്ഷിക്കാനായിട്ട് യോഗ്യരല്ല എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ, പ്രത്യേകിച്ചും വിധവാ പെൻഷനും 50 വയസ്സ് കഴിഞ്ഞ അവിവാഹിതരായിട്ടുള്ള വനിതകൾക്കുള്ള പെൻഷനുമൊക്കെ തന്നെ വാങ്ങുന്നവർ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു അറിയിപ്പാണിത്. നിങ്ങളുടെ പെൻഷൻ തടസ്സമില്ലാതെ ലഭിക്കുന്നതിനായിട്ട് നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതുണ്ട്. പെൻഷൻ വാങ്ങുന്നവർ ഇപ്പോഴും ആനുകൂല്യത്തിന് അർഹരാണെന്ന് ഉറപ്പുവരുന്നതിനായിട്ട് നടത്തുന്ന ഒരു സാക്ഷ്യപ്പെടുത്തൽ വെരിഫിക്കേഷൻ നടപടിയാണിത്. ഇതിനായിട്ട് ആദ്യം അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ ഓൺലൈനായിട്ടോ വില്ലേജ് ഓഫീസർക്ക് അപേക്ഷ സമർപ്പിച്ചുകൊണ്ട് സർട്ടിഫിക്കറ്റ് കൈപ്പറ്റണം. തുടർന്ന് വില്ലേജ് ഓഫീസിൽ നിന്ന് ലഭിക്കുന്ന സർട്ടിഫിക്കറ്റിൻ്റെ പ്രിൻ്റ് ഔട്ടും ആധാർ കാർഡിൻ്റെ പകർപ്പും സഹിതം അതായത് പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ഓഫീസുകളിൽ ഏൽപ്പിക്കേണ്ടതാണ്. നിലവിൽ ഈ രേഖകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി 2026 മാർച്ച് 31 വരെ ദീർഘിപ്പിച്ചിട്ടുണ്ട്. പെൻഷൻ മുടങ്ങുന്ന സാഹചര്യം ഒഴിവാക്കാൻ നിശ്ചിത സമയത്തിനകം തന്നെ ഈ നടപടികൾ പൂർത്തിയാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി അതുപോലെ തന്നെ ഫെബ്രുവരിയിലെ വിതരണ നടപടികൾ ഈ മാസം 20-ാം തീയതിക്ക് ശേഷം ആരംഭിക്കുമെന്നും 25-ാം തീയതിയോടെ ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടിലേക്കും കൈകളിലേക്കും തുക എത്തിത്തുടങ്ങുമെന്നുമാണ് ഇപ്പോൾ അധികൃതർ അറിയിച്ചിരിക്കുന്നത്. സംസ്ഥാനത്തെ പെൻഷൻ വിതരണം തടസ്സമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായിട്ട് സർക്കാർ ഏകദേശം 14,500 കോടി രൂപയുടെ പ്രത്യേക ഫണ്ട് ഈ വർഷം ഇപ്പോൾ നീക്കിവച്ചിരിക്കുകയാണ്. ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് തിങ്കളാഴ്ച ഫെബ്രുവരി 9-ാം തീയതി രാവിലെ കുതിപ്പുമായെത്തിയ സ്വർണ്ണവിലയിൽ ഉച്ചയ്ക്ക് ഇടിവ് രേഖപ്പെടുത്തി. രാവിലെ 22 കാരറ്റ് സ്വർണ്ണത്തിന് ഗ്രാമിന് 205 രൂപ കൂടി 14,560 രൂപയും പവന് 1,640 രൂപ കൂടി 1,16,480 രൂപയിലുമാണ് വ്യാപാരം നടന്നത്. ഉച്ചയ്ക്ക് 22 കാരറ്റ് സ്വർണ്ണത്തിന് ഗ്രാമിന് 85 രൂപ കുറഞ്ഞ് 14,475 രൂപയും പവന് 680 രൂപ കുറഞ്ഞ് 1,15,800 രൂപയിലുമാണ് പിന്നീട് വ്യാപാരം പുരോഗമിച്ചത്. ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ്. എല്ലാവരിലേക്കും നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ്. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അതോടൊപ്പം തന്നെ കമൻറ്റിൽ നൽകിയിട്ടുണ്ട്. എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. വീഡിയോ ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം. ഇതുവരേക്കും നന്ദി, നമസ്കാരം. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.